കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി Hi friends, എല്ലാവർക്കും OxtenIdeas പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചൂണ്ടിട്ടുണ്ടിരിക്കുമ്പോൾ ഒരു തേങ്ങ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായില്ല. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ നമുക്കൊരു എന്താ പറയുക സ്പീക്കർ ഉണ്ടാക്കിയാലോ, ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് ഫോൺ വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയാലേ. വാ ഫുള്ള് കാണട്ടെ വീഡിയോ, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ ശരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ വാ നമുക്ക് ബാക്കി തേങ്ങ പൊളിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. വേഗം വേഗം. അപ്പോൾ നമ്മൾ തേങ്ങ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാർക്കുറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊതിക്കാം. പൊതിച്ചെടുത്തുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ തേങ്ങ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെ തേങ്ങ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി കുറേ ബോർഡല്ല, ഒരു ബോർഡും സ്പീക്കറും ബാറ്ററിയൊക്കെ റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അധോലോകത്തേക്ക് പോകും. വാ ഗൈസ്, അപ്പോൾ ഹോളൊക്കെ ഇരുന്ന് കടവുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പിയെടുക്കണം. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ കിടക്കേണ്ട എൻ്റെ എല്ലാം ഇതിലാണ് കൊണ്ടിടാറ്. അപ്പോൾ കുറേ വേസ്റ്റ് പോലെയൊക്കെ കിടക്കുന്നുണ്ട്. എന്നാലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, കാണുന്ന പോലെയല്ല, ഭയങ്കര സംഭവം. അപ്പോൾ അതേ സ്പീക്കർ, ബാറ്ററി, അതിൻ്റെ ബോർഡും കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവാ. അപ്പോൾ അതേ നമ്മളെ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മാർക്കർ എടുത്തിട്ടുണ്ട്, ഒരു കത്തി എടുത്തിട്ടുണ്ട്, നമ്മൾ എടുത്ത് വെച്ച സ്പീക്കർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ അളവിൽ നമുക്ക് ചിരട്ട കട്ട് ചെയ്തെടുക്കണം, അല്ല തേങ്ങ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എല്ലാം ചിരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് ചിരട്ട മാത്രമാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീക്കർ വെച്ച് അടയാളം ഇടണം, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുന്ന കടമുമ്പ് അതിൻ്റെ കണ്ണൂത്തി വെള്ളം നമുക്ക് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ കട്ടേൻ്റെ ഇടയിലായിരിക്കും വെള്ളം വരാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കണ്ണൂത്തി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് കുത്തിയപ്പോൾ ഒന്നും കൂടി ആയില്ല. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്ത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട്. നല്ല ഫ്രഷ് ഇതാണ്. അപ്പോൾ തേങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം, റൗണ്ട് കട്ട് ചെയ്തെടുക്കണം, ബാക്ക് സൈഡ് മാർക്ക് ചെയ്തിട്ട് അതുപോലെ അതും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഹോൾ ഇടാൻ, ഒരു ചെറിയ ഹോൾ ഇട്ട് ഒരു വലിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചെറിയൊരു സ്പീക്കർ കയറാൻ നല്ല ഷേപ്പിലാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് 2 വയർ എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്കും ഒരു റെഡും നമ്മളെ സ്പീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്പീക്കർ 2 ലെഗാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ലെഗിൽ നമ്മൾ റെഡും ഒരു ലെഗിൽ ബ്ലാക്കും ആയിട്ട് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ റെഡ് സോൾഡ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ രണ്ടും കൂടി സോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഗൈസ് സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല രസത്തിൽ സോൾഡർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എനിക്കത് വലിയതായിട്ട് സോൾഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ സ്പീക്കറൊക്കെ സോൾഡ് ചെയ്ത് കഴിഞ്ഞ് 2 വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഹോൾ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ഹോളിലേക്ക് നമ്മളെ സ്പീക്കർ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നല്ല രസത്തിലൊക്കെ ഹോൾ ഇട്ടിട്ട് തോന്നുന്നുണ്ട്. കുറേ കഷ്ടപ്പെട്ടിട്ട് സത്യത്തിൽ വീഡിയോയിൽ അത്രയും കാണിച്ചിട്ടൊന്നുമില്ല, ഒരു തരി ഭാഗം മാത്രം കാണിക്കണുള്ളൂ. നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഷേപ്പാക്കി എടുത്തത് നല്ല പാടാണ്. അപ്പോൾ ഇതേ കറക്റ്റ് നമ്മൾ ഒരു ഗ്യാപ്പ് കുറച്ച് ടൈറ്റ് എന്നാലും ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കയറ്റാൻ പറ്റും. യെസ്, അപ്പോൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഇതേ കണ്ടാ
കറക്റ്റ്, അതായത് ഉള്ളിലേക്ക് അധികം പോവുകയില്ല, പുറത്തേക്ക് അങ്ങനെ ചാടി നിൽക്കില്ല, നല്ല ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ കഷ്ടപ്പാടിന് ശേഷം പ്രത്യേകം പറയണത്. ഇതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം. അതാകുമ്പോൾ ഇളകയില്ല, സൗണ്ട് പുറത്തേക്ക് പോരയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളിലത്തെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. നമ്മളെ ചിരട്ടയുടെ ഉള്ളിലത്തെ ഒരു വിഷ്വൽ. കാരണം നമ്മൾ അടിയത്തെ ഭാഗം കൂടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതേ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സിസ്റ്റം, സ്പീക്കറിൻ്റെ സിസ്റ്റം, അതായത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ചിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ മെമ്മറി കാർഡ് ഇടാം, മൈക്ക് ഉണ്ട്, USB കണക്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഒരു മോഡൽ മാറ്റാൻ പറ്റും, അതായത് FM, ബ്ലൂടൂത്ത് എല്ലാ മോഡലൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതും ഒരു 3 ലെഗാണ് ഈ ഒരു വശത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് 2 റെഡ് വയറും 1 ബ്ലാക്ക് വയറും വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ബാറ്ററിയുടെയും 2 ഒരു റെഡ് സ്പീക്കറിൻ്റെ 1 ബ്ലാക്ക് സ്പീക്കറിന് തന്നെ. അപ്പോൾ ഗൈസ് അത് റെഡിയാക്കി. വയറൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. സ്പീക്കറിൻ്റെ റെഡ് വയർ നമ്മളെ ബോർഡിൻ്റെ റെഡ് വയറായിട്ട് കണക്ട് ചെയ്യുക. സ്പീക്കറിൻ്റെ ബ്ലാക്ക് വയർ നമ്മളെ ബോർഡിൻ്റെ ബ്ലാക്ക് വയറായിട്ടും ജസ്റ്റ് ഒന്ന് പിരിച്ച് വെക്കണം. അതിന് ശേഷം സോൾഡ് ചെയ്താലൊക്കെ നല്ല ഭംഗിയായിട്ട് സോൾഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോവും. അതായിരുന്നു ആദ്യം ഒന്ന് പിരിച്ച് വെച്ചിട്ടൊന്ന് സോൾഡ് ചെയ്യണ്ട. ബ്ലാക്ക് വയർ സോൾഡ് ചെയ്ത്, റെഡ് വയറും സോൾഡ് ചെയ്ത്. അപ്പോൾ ഗൈസ് അത് ശരിയായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ബാറ്ററിയാണ് എടുത്തേക്കണം. ഈ ഒരു ചെറിയ ബാറ്ററി എന്ന് പറയുന്നത് റീചാർജബിൾ ആണ്. പിന്നെ നല്ല അത്യാവശ്യം പവറും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന്. അതാണ് നമ്മൾ ഈ ഒരു ബാറ്ററി എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാറ്ററിയുടെ അവിടെ നിന്ന് വന്നേർന്ന ഒരു റെഡ് വയർ ഉണ്ടായി. അപ്പോൾ റെഡ് വയറും അതിലേക്ക് കണക്ട് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് ഒരു ബ്ലാക്ക് വയറുണ്ട്. അപ്പോൾ അതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് ആകെ 4 വയറാണ് ഈ ഒരു ബോക്സിൽ നിന്ന് വരുന്നതെന്ന്. അപ്പോൾ ഓണാക്കി നോക്കാം. The Bluetooth device is ready to pair. Connected. അപ്പോൾ ബ്ലൂടൂത്ത് സക്സസ്ഫുൾ ആയിട്ട് എന്നൊക്കെ പറയണ്ട. അതായത് കണക്ഷൻ ഒക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. അല്ലേ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്യാൻ മുമ്പ് ചെക്ക് ചെയ്ത് നോക്കിയത് വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് അഴിക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടിയും ഗ്ലൂ ചെയ്തിട്ടുണ്ട്. കാരണം ഉള്ളിൽ 2 വയർ ഷോർട്ട് ആവാണ്ടിരിക്കാൻ വയർ തമ്മിൽ ഗ്ലൂ ചെയ്തത്. അപ്പോൾ ഇത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതും കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഗൈസ്. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്യാപ്പും ഇല്ലാണ്ട് നോക്കാം, നല്ലതായിട്ട് ഇത് ഉറച്ചിരിക്കണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൂ ചെയ്യണത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട്. ഗ്ലൂ ഗണ്ണ് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം സൗണ്ട് പുറത്തേക്ക് പോവില്ല, അടിപൊളിയായിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തിട്ട് സൗണ്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. Connected. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കാലത്തെ ഇടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ. മറിച്ചെടുത്തത് കണ്ടില്ലേ, നടുക്കിരുന്നവളാണ് നീ. രാജകുമാരൻ അസയ്യയ്യോ രാജരസയ്യ കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് ഗൈസ് അപ്പോൾ നമ്മളെ ചിരട്ടോണ്ടുണ്ടാക്കിയ അടിപൊളി സ്പീക്കർ. അടിപൊളി എന്ന് ഇങ്ങനെ പറയണം. എനിക്ക് അടിപൊളിയായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അടിപൊളി എന്ന് പറഞ്ഞത്. നല്ല രസമുണ്ടോ അത്യാവശ്യം. ഈ ഒരു സ്പീക്കറിനെ വെച്ച് നോക്കുമ്പോൾ ഈ സൗണ്ട് നല്ല, ഇപ്പോൾ ക്യാമറയിൽ എന്താ പറയുക കിട്ടണമെന്ന് അറിയില്ല, നേരിട്ട് കേൾക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. മാക്സിമം സൗണ്ട് ഞാൻ ക്യാമറയിലേക്കും പകർത്താൻ നോക്കുക, കറക്റ്റ് വോയിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീഡിയോനെ കുറിച്ച് എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. പിന്നെ ഈ ഒരു ബോർഡിൻ്റെയും ഈ ഒരു സ്പീക്കറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാനുള്ള താല്പര്യമുള്ളതാണെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിരട്ടയിലെന്നല്ല, നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് എന്ത് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇത് ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട്, പിന്നെ വേറെ ഏതോ മോഡുണ്ട്, നമുക്ക് USB കണക്ട് ചെയ്യാം. എല്ലാവരും ഈ ബോർഡുമ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം. നമുക്ക് ചൂണ്ടിട്ടുണ്ട് അപ്പോൾ കിട്ടിയ ഐഡിയ.
അപ്പോൾ എന്താ പറയുക, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓക്സ്റ്റൈഡീസ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇടണം. എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതുപോലെ ഇതിലും നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ കാണാം, താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും ഇനിയും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ signing out.